ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോമിനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഈ പ്രൊജക്റ്റ് ലോസ്റ്റ് ഡോഗ്സ് ദ വേ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം ഓഗസ്റ്റ് മാസം ടെലഗ്രാം ഇറങ്ങിയ മന്താണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നോട്ട് കോയിൻ പുതിയ ഫീച്ചേഴ്സ് ടെലഗ്രാമും അതുപോലെ നോട്ട് കോയിൻസും ഇഷ്ടംപോലെ എയർ ഡ്രോപ്സ് പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോട്ട് കോയിൻ ഒഫീഷ്യലായിട്ട് നോട്ട് ഗെയിംസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫീച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് നാളുകളൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഇവർ നോട്ട് കോയിൻ അല്ലെങ്കിൽ ടെലഗ്രാം ഓരോ ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഓൾറെഡി ഉള്ള ഗെയിംസ് ആവാം അല്ലെങ്കിൽ പുതിയ ഗെയിംസ് ആവാം. ഫാമിംഗ് പ്രോട്ടോളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഗെയിംസ് നോട്ട് കോയിൻ ഗെയിംസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഗെയിം നമ്മൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗെയിമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ടോക്കൺസ് കൂടാതെ പല റിവാർഡ്സും കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ വന്ന ഫസ്റ്റ് ഗെയിം എന്നുള്ള ആ കൂടുതലുള്ള ഗെയിം ഇതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നാണ് ഇത് നോട്ട് ഗെയിംസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ വൂഫ് എന്ന് പറഞ്ഞ ടോക്കണാണ് ഈ ഒരു ഫാമിംഗ് പ്രോജക്റ്റ് നമുക്ക് കിട്ടുക. അത് കൂടാതെ നോട്ട് കോയിനും കൂടി നമുക്കിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. വെറും 6 വീക്സ് മാത്രമേ ഇതിൽ നിന്ന് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് 8 മണിക്ക് ലോഞ്ച് ആയിട്ടുള്ളൂ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും അധികം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ കമ്മിങ് ഡേയ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ഓരോ ദിവസം ഓരോ ടാസ്കുകളാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് എല്ലാവർക്കും സെയിം ടാസ്ക് തന്നെയാണ്. നമുക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും വേറെ സംഭവമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ജോയിൻ ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കാം. 18 മണിക്കൂറിന് ശേഷം പുതിയ നെക്സ്റ്റ് ഡേയുടെ ടാസ്കുകൾ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേയുടെ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേ എന്ന് കൊടുക്കുമ്പോൾ ലോഡായി വരും. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു പ്രഡിക്ഷൻ ഗെയിമാണ്. അതായത് ഇതിൽ 3 കാർഡുകൾ കാണിക്കും. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡെസേർട്ട്, ഗ്രൂസ്, പിന്നെ ആർട്ടിക്. ഓരോ ദിവസം പുതിയ കാർഡ്സ് ആയിരിക്കും വരാം. ആ 3 കാർഡ്സാണ് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം ഇതിൽ ഏത് കാർഡാണ് അവർ ക്വസ്റ്റ്യൻ അനുസരിച്ച് വരാമെന്നുള്ളത്. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഫൈൻഡ് ആൻ ആവറേജ് കാർഡ്. അത് നിങ്ങൾ ഡെയിലി ഇതിലത്തെ പ്ലെയേഴ്സ് എന്ത് ചെയ്യും, ഓരോ കാർഡ്സ് വോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ഫൈൻഡ് ആൻ ആവറേജ് കാർഡ് എന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന കാർഡ് പോപ്പുലർ കാർഡാണ്, അത് മാക്സിമം വോട്ടുള്ളത്. പിന്നെ ഒരു കാർഡ് മിനിമം വോട്ടുകളുണ്ടായിരിക്കും. ഇതിന് രണ്ടിനും നടുവിലുള്ള കാർഡാണ് ആവറേജ്. അപ്പോൾ അങ്ങനെ 3 കാർഡ്സാണ് ഉണ്ടായിരിക്കുക. പക്ഷെ നമുക്ക് അറിയില്ല ഏതാണ് മാക്സിമം വോട്ടുള്ള കാർഡ്, ഏതാണ് മിനിമം വോട്ട് വരിക, ഏതാണ് ആവറേജ് വോട്ട് വരാമെന്ന്. കാരണം ഈ വോട്ട് റിയൽ പ്ലെയേഴ്സ് നമ്മളെപ്പോലുള്ള പ്ലെയേഴ്സാണ് ഇതിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബോൺസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. ഈ ബോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഗെയിമിൻ്റെ ഉള്ളിൽ തന്നെ പല ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ ഡെയിലി ലോഗിൻ ചെയ്യുമ്പോഴും ബോൺ എന്ന് പറഞ്ഞ ടോക്കൺ കിട്ടും. ഇൻ ഗെയിം ടോക്കണാണ് ബോൺ എന്ന് പറഞ്ഞത്. ആ ടോക്കൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവർ പറയുന്ന ക്വസ്റ്റ്യന് ആൻസറായിട്ട് ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു ടോക്കൺ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിവിടെ 7 ബോൺസാണുള്ളത്. അപ്പോൾ എനിക്ക് എത്ര ബോൺസ് വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആർട്ടിക് എന്ന് പറഞ്ഞ കാർഡാണ് ആവറേജ് കാർഡായിട്ട് വരാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ വോട്ട് വിത്ത് ബോണിന് കൊടുക്കും. അപ്പോൾ കാണാൻ പറ്റും യുവർ വോട്ടിംഗ് ഫോർ ആർട്ടിക് എന്ന് പറഞ്ഞ കാർഡാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. 7 ബോൺ വെച്ചിട്ടാണ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഈ കാർഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാർഡുമല്ല, ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന കാർഡുമല്ല, രണ്ടിനും ഇടയിൽ കിട്ടുന്നത് സെക്കൻഡ് വോട്ട് കിട്ടുന്ന കാർഡായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വുഫ് എന്ന് പറഞ്ഞ ടോക്കണും പ്രൈസ് ആയിട്ട് കിട്ടും, അതുപോലെ നോട്ട് കോയിനും പ്രൈസ് ആയിട്ട് കിട്ടും. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കാം. കൺഫേം കൊടുക്കുമ്പോൾ നമ്മുടെ ബോൺസ് യൂസ് ചെയ്തിട്ട് അവർ വോട്ട് എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. ആ ഒരു കാർഡിന് വോട്ട് രേഖപ്പെടുത്തും. അപ്പോൾ നമ്മൾ എത്ര ബോൺസ് വെച്ചിട്ട് വോട്ട് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രഡിക്ഷൻ ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വൂഫ് കോയിനും അതുപോലെ നോട്ട് കോയിനും വരാം. അപ്പോൾ ഈ ഒരു ടോക്കൺസ് കിട്ടാനോ അല്ലെങ്കിൽ ഇതിൻ്റെ എയർ ഡ്രോപ്പിനായിട്ട് നമുക്ക് അധികം കാലമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. വെറും 6 വീക്കാണ് ഇത് ഇനിയുള്ളൂ. ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഗെയിം അതോടുകൂടി അവസാനിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വോട്ട് ചെയ്യുക. ഇതിപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലീഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകണമെങ്കിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിന് കാണാൻ പറ്റും, അവരുടെ കയ്യിലത്തെ വുഫ് കാണാൻ പറ്റും, എത്ര വുഫ് അവരുടെ കയ്യിലുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഉള്ള എല്ലാവരും വുഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ടാസ്ക് ചെയ്തിട്ടുള്ള വുഫ് കോയിൻസാണ്. എല്ലാവരും ഇതിൽ കാണാൻ പറ്റും 0 വിൻസ് എന്നാണ് കാണുന്നത്. അത് വേറെ ഒന്നുമല്ല, ഓരോ കാർഡ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാർഡ് റെഡി ആവുകയാണെങ്കിലാണ് നമുക്കൊരു വിന്നാവാം. അപ്പോൾ എല്ലാവരും 0 വിന്നാണ്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോസസ്സാണ് ഈ സംഭവം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാവരും 0 വിന്നായിരിക്കും കിടക്കേണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. നിങ്ങൾ മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കോഡ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കോഡിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
നിങ്ങൾക്ക് ഒരു ദിവസം അന്നത്തെ ദിവസം കഴിയുന്നത് വരെ ആ ദിവസത്തെ ആവറേജ് കാർഡ് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ഡേലത്തെ ടാസ്ക് വരാം എന്നിട്ട് മോസ്റ്റ് പോപ്പുലർ കാർഡ് സെലക്ട് ചെയ്യാനായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 3 കാർഡ് തന്നിട്ടുണ്ടാവും, ആ കാർഡിലെ ഏത് കാർഡാണ് കൂടുതൽ വോട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ആവറേജ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ വരാൻ ചാൻസ് ഉള്ള കാർഡ്. അതുപോലെ മിനിമം എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അൺപോപ്പുലർ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മില്യൺസ് ഓഫ് പ്ലെയേഴ്സ് എന്താണ് വോട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ കാർഡുകൾക്ക് കിട്ടുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് ചേഞ്ച് ആവും. അപ്പോൾ അതിനനുസരിച്ച് ഫസ്റ്റ് വരുന്ന കാർഡ്, സെക്കൻഡ് വരുന്ന കാർഡ്, തേർഡ് വരുന്ന കാർഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ പ്യൂർലി ലെക്കിൻ്റെ ബേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബോൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. എത്ര ബോൺസ് വെച്ച് നിങ്ങൾ വോട്ട് ചെയ്യണോ അതിനനുസരിച്ച് വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെന്ത് കിട്ടും, ബോൺസായിട്ടും അല്ലെങ്കിൽ വുഫ് കോയിനും നോട്ട് കോയിനും കിട്ടും. അത് നിങ്ങൾക്ക് ഇതിൻ്റെ സീസണിൻ്റെ എൻഡിങ്ങിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത് കറക്റ്റ് ആയിട്ടില്ല. ഇവിടെ ബോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ബാലൻസ് 7 ബോൺസ് ആണുള്ളത്. അതുപോലെ കാണാൻ പറ്റും 10 ബോൺ എന്ന് പറയുന്നത് 250 നോട്ട് കോയിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, അതായത് 1 ബോൺ അല്ലെങ്കിൽ 5 ബോൺസ് 150 ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 1 ബോൺ എന്ന് പറയുന്നത് 25 നോട്ട് കോയിൻ ഇക്വലൻ്റ് ആണ്. നോട്ട് കോയിൻ ഓൾറെഡി മാർക്കറ്റിലുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന ബോൺസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡെയിലി ഇതിലത്തെ പ്രൊഡിക്ഷൻ ഗെയിം കളിക്കുക, വോട്ട് ചെയ്യുക. തിരിച്ച് നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡിക്ഷൻ കറക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് വുഫ് കോയിനും അതുപോലെ ബോൺ ടോക്കൺ പിന്നെ നോട്ട് കോയിൻ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബോൺസ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അന്നത്തെ ടാസ്കിൽ പറയുന്ന ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു കാർഡ് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യുക. ആ കാർഡ് റെഡി ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടും. അപ്പോൾ ജസ്റ്റ് 6 വീക്കുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യണം. കാരണം നോട്ട് കോയിൻ ഒഫീഷ്യലായിട്ട് നോട്ട് ഗെയിംസിൽ ഫസ്റ്റ് കൊണ്ടുവന്ന ഗെയിമാണ്. അപ്പോൾ 6 വീക്കിൽ അവരിത് ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ ഓബിയസ്ലി 6 വീക്കിൽ തന്നെ ഇത് ലോഞ്ചിങ് നടക്കും. ഓക്കെ, അപ്പോൾ ആരും ഇനി മിസ്സാക്കണ്ട. ഇതുപോലെ തന്നെ നോട്ട് ഗെയിംസിൽ ഇനിയും ഗെയിംസ് വരും. അപ്പോൾ ആ ഗെയിംസ് വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ.